ഈശ്വര വിനായക ഗണപതി ഭഗവാനെ കാത്തോളിനെ. CPM സംസ്ഥാന സമിതി അംഗം ചിന്താ ജെറോമിനെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തു. ഇത് കാറിടിപ്പിക്കലിന്റെ കാലഘട്ടമാണ്. സൂക്ഷിക്കണ്ടേ ചിന്തേച്ചി? എന്നിട്ട് എന്ത് പറ്റി? എടാ ഒന്ന് കാണട്ടെ. ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കുകളിലേക്ക് പോവാതെങ്കിലും വയറ്റിൽ വന്ന വാഹനത്തിന്റെ ബാക്ക് ലൈറ്റിന്റെ ആ ഭാഗമാണ് ഇടിച്ചത്. വെറുതെ കോമഡി കാണിച്ച് പിള്ളേരെ ചിരിപ്പിക്കല്. ചെറുതും ഇടത്തരവുമായ യാതൊരു പരിക്കുകളും കാണുവാനില്ലല്ലോ ചാച്ചി. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാനുള്ള തിരക്കിനിടെ പറ്റിയ പരിക്ക് AKG സെന്ററിലോ മറ്റോ വെച്ച് മറന്നുപോയതായിരിക്കും കേട്ടോ, പാവം. സാരമില്ല, പൊതിച്ചോറും വാഴപ്പഴവും കൃത്യമായി 4 നേരം മുടങ്ങാതെ കഴിച്ചാൽ മതി, എല്ലാം ശരിയാകും. കയ്യിലെന്നാന്ന്? സൂചിയാന്നോ? ഓ ഓ ഓ ഓരോരോ കീഴ്വഴക്കങ്ങളാവുമ്പോൾ ഇതൊക്കെ വേണമല്ലോ. ഞങ്ങൾ സംയമനം പാലിച്ചു. ഇടതുപക്ഷ പ്രവർത്തകർ പൊതുവെ സംയമനം പാലിച്ചു. സംയമനം പാലിച്ച് കാറിനിടിക്കാൻ പാകത്തിൽ വയറുമായി നിന്ന ആ മനസ്സ്. ചാച്ചി, ആടുജീവിതത്തിനൊരു ഓസ്കാറൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാ പാവം പൃഥ്വിരാജ്. അത് അടിച്ചു മാറ്റിക്കളഞ്ഞു കേട്ടോ. അല്ല, ഈ സംയമനം പാലിച്ചതിനിടെ ആരാ ചേച്ചി കേസൊക്കെ കൊണ്ടു കൊടുത്തേ? ഇലക്ഷൻ പ്രമാണിച്ച് കേസ് മാത്രം പോരാ, വാർത്താ സമ്മേളനവും ഒരു പ്രതിഷേധ റാലിയും ഒക്കെ അങ്ങോട്ട് ആയിക്കോട്ടെ, കളറാകട്ടെ. അതൊക്കെ പോട്ടെ, ചികിത്സാ ചെലവ് എഴുതിയെടുക്കാൻ ഖജനാവിലുള്ളത് മതിയാവുമോ? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സൈദലി, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ എന്നിവർക്കെതിരെ വധശ്രമം, ഗൂഢാലോചന, അസഭ്യം പറയൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പാപ്പനൊന്ന് ചെന്ന് സംസാരിക്കും. പോരാ, ഇത്രയും കുറ്റങ്ങൾ ചുമത്തിയാലൊന്നും സഹതാപതരംഗം ഉണ്ടാവില്ല. കാറിന്റെ ബാക്കിലെ ലൈറ്റ് കത്തിച്ച് പൊള്ളലേൽപ്പിക്കൽ, പിന്നെ വസ്ത്രത്തിൽ കാറിന്റെ പെയിന്റ് പുരട്ടൽ, പിന്നെ വാഹനത്തിൽ നിന്ന് പുറന്തള്ളിയ വിഷപ്പുക നിർബന്ധപൂർവം ശ്വസിപ്പിക്കൽ തുടങ്ങിയ മാരക വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്താമായിരുന്നു. ഒരവസരം കിട്ടുമ്പോൾ അല്ലേ ഇതൊക്കെ മുതലാക്കേണ്ടത്? ചിന്തയുടെ ചിന്താശേഷി ഈയിടെയായി തീരെ അനാരോഗ്യകരമായിരിക്കുന്നു. ഏതായാലും മൊത്തത്തിലുള്ള ഒരു ആരോഗ്യ പരിപോഷണം തന്നെ ആയിക്കോട്ടെ. തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഇനി എഴുന്നേറ്റാ മതി, അതുവരെ കിടന്ന് ചിന്തിക്കും. അവിടെ നിർത്തുന്നു പറഞ്ഞ് ഞാനും ചിന്തയും നിന്റെ അമ്മയുണ്ട്, ചിന്തയും നിർത്തുന്നു പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വണ്ടി തട്ടിയില്ലെന്നായി. അപ്പൊ തന്നെ ചിന്ത പറഞ്ഞോ, ഇത് അവന്റെ ആളുകളാണ്. എന്താണ് അതിന്റെ പേര്? ദുർബലൻ. ശരിക്കുള്ള പേര് പറടാ. അതിപ്പം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നിരന്തരം കണ്ട് പരിചയിച്ചത് കൊണ്ട് മനസ്സിൽ ആദ്യം അതല്ലേ ഓടി വരൂ. എനിക്ക് നല്ല വേദനയുണ്ടായി. ആ ഘട്ടത്തിൽ ഹോസ്പിറ്റലിലേക്ക് വന്നു. രാത്രി സമയമായതുകൊണ്ട് ഫസ്റ്റ് എയ്ഡിനുള്ള പൊതിച്ചോറ് കിട്ടിയില്ല. അല്ലായിരുന്നെങ്കിൽ ആശുപത്രിയിലൊന്നും വന്ന് ചേച്ചി സമയം കളയില്ലായിരുന്നു. പിന്നെ ഡോക്ടർമാർക്ക് ചികിത്സിക്കാനും ഒക്കില്ലല്ലോ, കാരണം ഉളുപ്പില്ലായ്മ ഒരസുഖമല്ലല്ലോ, ഒരവസ്ഥയല്ലേ. പിന്നെ ചാച്ചി, ആ ഇടിച്ച കാറിന്റെ ഹോൺ അടിക്കുമ്പോഴേ ഇപ്പൊ പുറത്തു വരുന്നത് അത്രയും PhD നിലവാരത്തിലുള്ള ഇംഗ്ലീഷാണത്രേ. സാറേ, എന്നാലും എന്റെ പീറ്ററെ ഇവനെ പിടിച്ചുകൊണ്ട് പോയ അയാളാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അയ്യോ, ബേബിച്ചായന്റെ നിപ്പ് കണ്ടോ? സഹിക്കാൻ പറ്റുന്നില്ലേ ബേബിച്ചായ? പേരെല്ലാം കൃത്യമായിട്ട് എഴുതി എടുക്കണ്ട. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ സംരക്ഷിക്കാൻ, ജനങ്ങളെ സംരക്ഷിക്കാൻ, സമാധാനപരമായ ജീവിതം ജനങ്ങൾക്ക് നൽകാൻ എല്ലാ തരത്തിലുള്ള നടപടികളും ജനസംരക്ഷണത്തിന് വേണ്ടി സ്വീകരിക്കുന്നതാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ചിന്താവൈകല്യത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു അപവാദ്യങ്ങൾ. ഞാനിനി എന്തു ചെയ്യും സാറേ? എനിക്ക് വേറൊരു പണിക്ക് പോകാൻ അറിഞ്ഞൂടാ സാറേ. എല്ലാ ജീവിതം